നാഗർകോവിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മുന്നിലാണിപ്പോൾ. ഇന്ന് രാത്രിയാണ് സമയം. വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ലോഗ്. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് നാഗർകോവിലിന് നാഗരാജ ക്ഷേത്രം. ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് 12th സെഞ്ച്വറിയിലെ ക്ഷേത്രമാണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് ഈ ഹിസ്റ്ററി രേഖകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. പണ്ട് ഇതൊരു ജെയിൻ ടെമ്പിളായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തായാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗരാജ ക്ഷേത്രം ഇതിലേക്ക് പോകാം. ഇത് അകത്ത് പൂജയ്ക്ക് വെക്കണ കാര്യങ്ങളാണ്. പേര് നാളും ചൊല്ലി നടയിൽ വയ്ക്കുക. ഇത് സർപ്പദോഷം മാറാനായിട്ടുള്ള നേർച്ചയാണ്. ഇത് 650 ആണ് ഒരു ഇതിന്. അകത്ത് പോയി നന്നായി പ്രാർത്ഥിച്ചു. അകത്തൊന്നും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അകത്ത് ക്യാമറ കൊണ്ടുപോകുന്നതിൽ. അകത്ത് കിട്ടുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഉള്ളിൽ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗം സ്വയംഭൂ ആണെന്നാണ് പറഞ്ഞത്. ഇത് ഈ കാണുന്ന ഒരു പ്രസാദം ഉണ്ടല്ലോ, ഇത് ആ മൺപുറ്റാണ്. ഒരു പുറ്റവിടെ ഉണ്ട് വിചാരിച്ചത്. ഈ സമയത്ത് കറുപ്പായിരിക്കും. ഇത് ചിങ്ങ കഴിഞ്ഞാൽ വൈറ്റ് കളറാണെന്ന് പറഞ്ഞത് ഈ പുറ്റ്. ഇതാണ് ഇങ്ങനെ നമ്മൾ ചാലിക്കുന്നത്. പിന്നെ അല്ലാണ്ട് ചന്ദനമുണ്ട്. പിന്നെ നമ്മൾ ഒരു വലതിങ്ങനെ ചുറ്റി വരുമ്പോൾ അവിടെ നമുക്കൊരു ബാക്കിൽ നിന്ന് കാണാം. അതായത് പ്രധാന ഡൈറ്റ്യ നാഗരാജാവ് ഇരിക്കുന്നതിൻ്റെ ആ എൻക്ലോഷറിൻ്റെ ബാക്ക് സൈഡ് ഒരു കുടില് പോലെയാണ്, ഒരു ഓലമേഞ്ഞ്. അതാണ് അവിടുത്തെ സ്വയംഭൂവായിട്ട് വന്ന ഭാഗമാണ്. അതായത് ഉത്ഭവസ്ഥാനം എന്ന് പറയും. ആ ഭാഗത്ത് ഇപ്പോഴും പാലും മുട്ടയൊക്കെ വയ്ക്കുമ്പോൾ നാഗരാജാവ് വന്ന് കഴിച്ചിട്ട് പോകും. അത് ആ ഭാഗത്ത് പോയാൽ നമുക്ക് കാണാം. നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ആ ഒരു പഴമയും സ്വയംഭൂവായിട്ട് വന്ന ആ ഒരു പുറ്റും അങ്ങനെ ഒരു സ്പേസ് അവിടെ. മൂലസ്ഥാനം നാഗരാജാവിൻ്റെ ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അകത്ത് പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്ത് സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചാൽ മാറും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് ഭയങ്കര ഇതാണ്. ഇത് രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 4 മണിക്ക് നട തുറക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ വൈകുന്നേരം 5 മണിക്ക് തുറന്നിട്ട് 8 മണിക്ക്. അപ്പോൾ 3 നേരം ശീവേലി, 3 നേരം ശീവേലി. രാത്രി 8 മണിക്ക് ഒരു ശീവേലിയോട് കൂടിയാണ് ഓർക്കുന്നത് ഭഗവാൻ. ഇത് നാഗതീർത്ഥം. ഓക്കെ, അങ്ങനെ കുറേ വിശേഷങ്ങളാണ് ഇവിടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. നാഗരാജ ടെമ്പിളാണ് നാഗർകോവിലിന് ഈ പേര് തന്നെ കൊടുത്തത്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. വളരെ പൗരാണികമായ കൺസ്ട്രക്ഷനാണ്. അകത്തെല്ലാം തൂണുകളാണ് എല്ലാം തന്നെ. 12ാം നൂറ്റാണ്ടിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. പറഞ്ഞല്ലോ ഇവിടുത്തെ മണ്ഡപത്തിൽ പാർശ്വാനന്ദൻ്റെയും അതായത് ജെയിൻ തീർത്ഥങ്കരാസിൻ്റെ മഹാവീര പാർശ്വാനന്ദയുടെയൊക്കെ രൂപങ്ങൾ കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ പണ്ടൊരു ജെയിൻ ടെമ്പിൾ ആയിരുന്നിരിക്കാം എന്നൊക്കെയുള്ളൊരു അങ്ങനെയും പറയുന്നു. പക്ഷെ എന്നാലും ഇതിപ്പോൾ നോക്കിയ ക്ഷേത്ര മതിലിൻ്റെ ചുറ്റും വലിയ മതിൽക്കെട്ടാണ്. നാഗരാജാവിൻ്റെ പ്രതിഷ്ഠകളാണ് കംപ്ലീറ്റ് കല്ലിൽ. നാഗരാജ ഇവിടെയും നോക്കൂ, ഈ നാഗതീർത്ഥത്തിൻ്റെ ചുറ്റും അതുപോലെ തന്നെയാണ്.
ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ കയറുമ്പോൾ തന്നെ എൻട്രൻസ് തൊട്ട് നമ്മുടെ ആ മതിൽക്കെട്ടിൻ്റെ സൈഡ് തന്നെ ഇങ്ങനെ കാണാം. പിന്നെ ആ തുടങ്ങുമ്പോൾ തന്നെ 2 സർപ്പങ്ങളുടെ നാഗരാജാവിൻ്റെ ഇങ്ങനെ വലിയ 2 വിഗ്രഹം. ഇന്ന് ഇച്ചിരി തിരക്ക് കുറഞ്ഞ ദിവസമാണ്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് രാത്രിയാണ്. ഇത് നൈറ്റ് കാഴ്ചകളാണ്. ഭഗവാന്റെ അടുത്ത് എനിക്ക് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരണം. ഇതിപ്പോൾ ഈവനിങ് ടൈമാണ്. ഞാനൊന്ന് ജോലിയെല്ലാം നിർത്തിട്ട് ഡ്രസ്സൊക്കെ മാറി ഇതേ കണ്ടില്ലേ ഇവിടേക്ക് വന്ന് ഇനി നമ്മൾ വീണ്ടും ടൗണിലേക്ക് ഇറങ്ങുന്നു. ഈ പരിസരത്ത് തന്നെ 1-2 സ്ഥലങ്ങളുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും ആ ക്ലോക്ക് ടവറിൻ്റെ ചുറ്റുമാണ്. ഒള്ളി തിങ്ങീസ് എല്ലായിടത്തും വൺ വേ ആണ്. അതുകൊണ്ട് കുറേ കടന്ന് ചുറ്റുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഒരു ഫേമസ് ഒരു അപ്പൂപ്പൻ്റെ കടയുണ്ട്. ഇവിടെ തട്ട പിന്നെ ചുക്ക് കാപ്പിയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി. ഇതിനടുത്താണ് ക്ഷേത്രത്തിന്. തപ്പി എടുക്കണം. കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. അവിടെ പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഫൈനലി കണ്ടെത്തി. ഞാൻ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് കണ്ടെത്തി. അതായത് ഹോട്ടൽ ആസാദുണ്ട്, അതിവിടെ അത്യാവശ്യം ഫേമസ് ആണ്. ആസാദ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് കേട്ടോ. അത് അവിടെ ഒരു അമ്മാവനുണ്ടാവും, കുറച്ച് ആൾ കൂടി നിൽക്കുന്നുണ്ട്. അതാണ് ചുക്ക് കാപ്പി സ്ഥലം. ഇവിടുത്തെ മിക്ക കടകളുടെ ഫ്രണ്ടിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല, തമിഴിൽ തന്നെയാണ് ബോർഡ് എഴുതി. ചേട്ടൻ്റെ കടയെക്കുറിച്ച് കേട്ടിട്ട് വന്നതാണ്. തട്ടുണ്ട് എന്തൊക്കെയുള്ള ഇവിടെ. ചേട്ടൻ്റെ പേരെന്താ? നാഗരാജൻ. ആഹാ, ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പേര് തന്നെയാണല്ലോ. ആയില നക്ഷത്രമാണ് നാഗരാജൻ എന്ന പേരും. അടിപൊളി. ചേട്ടൻ്റെ കട ഉണ്ടോ? ചേട്ടൻ താഴേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഇത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഉച്ചയ്ക്ക് 3 മണി ശേഷം 9 മണി വരെ ഉണ്ടാകും. 3 to 9. ഓക്കെ. ആസാദ് ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിൻ്റെ മണിമേട വേഗം തൊട്ട് മുന്നിൽ. കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. പക്ഷെ 3 മണിക്ക് ശേഷമേ ഉള്ളൂ മണിമേട. വളരെ സ്ട്രാറ്റജി. അച്ഛൻ്റെ കാലത്തെ ഉള്ളതാണ് അല്ലേ? 70 years. 70 കൊല്ലം. വൺസ് അപ്പോൺ എ ടൈം 70 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കട ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ കാലം തൊട്ട്. 3 തട്ട് 3 ചുക്ക് കാപ്പിയും തട്ട് മുറുക്ക്, ഇതാണ് ഇവിടുത്തെ കോംബോ. കരിയടുപ്പിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അതെ, നോക്കേ. അതെ, കരിയടുപ്പ്, തട്ട്. അച്ഛൻ്റെ പടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ തുടങ്ങി. അപ്പോൾ അച്ഛനും ഇത് തന്നെയായിരുന്നു അല്ലേ? അത് അച്ഛൻ്റെ നിന്ന് പഠിച്ച് എടുത്തു അല്ല ആ ട്രേഡ്. ഓക്കെ. 70 years കുഴിക്കകത്താണ് ഇരിക്കുന്നത്. അതാണ് അങ്ങനെ ഒരു ഹൈറ്റ് ഡിഫറൻസിലാണ് അല്ലേ? റോഡ് പൊങ്ങിയത്. അപ്പോൾ നമ്മൾ താഴെ പോയി അല്ലേ? അത്രേ ഉള്ളൂ. ഈ കുഴിയിലല്ലായിരുന്നു നേരത്തെ. അപ്പോൾ റോഡ് വഴി ഇങ്ങനെ ഹൈറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കട താഴോട്ട് പോയി. ചുക്ക് കാപ്പി ഒരെണ്ണം എനിക്കും തന്നോളൂ. ചുക്ക് കാപ്പി ആൻഡ് തട്ടേ. മുറുക്കാണെങ്കിൽ മുറുക്കും ഉണ്ട് കേട്ടോ. മുറുക്ക് നല്ലതാ. എനിക്ക് തട്ട ഇഷ്ടമാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനാണ് അടുത്ത് പക്കത്ത്. ഓ ആണല്ലേ? ഓക്കെ. ഇവിടെ നല്ല തിരക്കാട്ടോ. ആൾക്കാർ എൻ്റെ മുന്നിലേക്കൊക്കെ നോക്കിക്കോളൂ. ആൾക്കാർ വാങ്ങുന്നു, കഴിക്കുന്നു. ഒരു തട്ടയും കൂടി വാങ്ങുന്നു. താങ്ക് യു. എല്ലാ കൊല്ലും പോകും അല്ലേ അമ്പലത്തിൽ? ചെറിയ ചൂട്, ഒരുപാട് ചൂട് വേണ്ട, ചെറുതായിട്ടൊന്ന് ആറ്റിക്കോളൂ. മൂന്ന് മണി തൊട്ട് 9 മണി വരെ അല്ലേ? അച്ഛൻ്റെ കാലത്ത് പുലർച്ചെ ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി രാവിലെ 4 മണിക്ക് കട പൂട്ടുള്ളൂ. ഇപ്പോൾ ബിസിനസ് ഒക്കെ ഡല്ലായി. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ ഓപ്പൺ ആയിരുന്നു അല്ലേ അച്ഛൻ്റെ കാലത്ത്? ഇപ്പോൾ അത്രയും ബിസിനസ് ഇല്ല. ഓക്കെ, ടൈമിങ് മാറ്റി. ഓക്കെ, 9 മണിക്ക് ക്ലോസ് ചെയ്യും. ആഹാ, അടിപൊളി, സൂപ്പർ.
നല്ല ഒന്നാം തരം ചുക്ക് കാപ്പി. ചേട്ടാ ഇതെങ്ങനെയാ വിലയെല്ലാം? ഒരു ഗ്ലാസ് കാപ്പി 15 രൂപ, തട്ടയ്ക്ക് 7 രൂപ, മുറുക്കിന് 7 രൂപ. ഇത് ഇടയ്ക്കിടയ്ക്ക് തട്ട ഇങ്ങനെ കഴിച്ചിട്ട് അന്ന് അച്ഛനിവിടെ ഈ ബിസിനസ് ഉണ്ടായിരുന്നല്ലോ. ആ കല്യാണം കഴിച്ചു പോയോ? അനുജത്തി കോഴിക്കോടാണോ കല്യാണം കഴിഞ്ഞ് പോയത്? അപ്പോൾ അവിടെ പോയി ബിസിനസ് ചെയ്തു. ചേട്ടനും കൂടെ അങ്ങോട്ട് പോയി. കപ്പലണ്ടി ബിസിനസ്. ഓക്കെ, കപ്പലണ്ടി മിഠായി. ഓക്കെ, എത്ര കൊല്ലം? 20 കൊല്ലം കോഴിക്കോടുണ്ടായിരുന്നു കപ്പലണ്ടി മിഠായി ബിസിനസ്. അച്ഛൻ ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീണ്ടും. മുറുക്കും ഭയങ്കര നല്ല കോമ്പിനേഷൻ. ഈ റോഡ് സൈഡിൽ എന്ത് രസമാണ് നോക്കിയാൽ. സിറ്റിയുടെ നടക്കാൻ ഇവിടുത്തെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ മണിമേട ക്ലോക്ക് ടവർ. അവിടെ നോക്കിക്കൊണ്ട് നിന്നു ചുക്ക് കാപ്പി. രാജാ രവിവർമ്മ കെട്ടിയ സ്തൂപമാണോ? എഴുതിയിട്ടുണ്ടല്ലേ? ഓ, 1806 ആണോ ഈ മണിമേട വന്നത്? സത്യം പറഞ്ഞാൽ ഒരു ചുക്ക് കാപ്പി കൂടെ കുടിക്കാനുള്ളൊരു കൂടുണ്ട്. അത്ര സ്വാദ്, എക്സലൻ്റാണ്. അപ്പോൾ എനിക്ക് ഇനിയും കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. ഇനിയും വരാം കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ചുക്ക് കാപ്പി കഴിച്ചാൽ മതിയായില്ല. ഇനി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ പോകുന്നു. അതായത് ഇവിടെ കുറേ നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ, ഒരുപാട്. ഇപ്പോൾ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള പോത്തീസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഉണ്ട്. നല്ല പെരുമാൾ ആൻഡ് സൺസ് ഉണ്ട്. ഇവിടുത്തെ ഒരു പഴയ ട്രഡീഷണൽ സാരി കടയാണ്. അവിടെ നിന്നാണ് എൻ്റെ വെഡ്ഡിങ് സാരി മേടിച്ചത്, നല്ല പെരുമാൾ ആൻഡ് സൺസ്. അതാണ് എൻ്റെ ആ ഒരു മെമ്മറി. ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഞാനിങ്ങനെ റെഫറൻസ് എടുക്കുമ്പോൾ രാധാ സിൽക്സ് അത്യാവശ്യം നല്ലതെന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഈ വളവ് തിരിയുന്നിടത്താണ് രാധാ സിൽക്സ്. നൈറ്റ് വൈബ്സ് വേറെയാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ മണിമേടൊക്കെ കളർഫുൾ ആകുന്നു. ഇതൊക്കെ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് നോക്കിയ ബാലാജി ബാഗ് കട തൊട്ട് അവിടെ. ഇതിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആസാദ് ഹോട്ടൽ, ആ ഭാഗത്തായിരുന്നു നമ്മുടെ വൈകുന്നേരം പലഹാരം കഴിച്ച കട. ഓക്കെ, മറ്റേ സമോസയും ചിക്കൻ കഞ്ഞി, മട്ടൺ സൂപ്പ്, അതിൻ്റെ കട ഇങ്ങോട്ട് പോകുമ്പോൾ അല്ല, പള്ളിയുടെ അടുത്താണത്. പ്രഭു ഹോട്ടൽ അങ്ങോട്ട് പോയാൽ നേരെ കാണുന്ന പ്രഭു ഹോട്ടൽ. അപ്പോൾ ചുറ്റും ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ കറങ്ങിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും കാണാം നമുക്ക്. മണിമേടയുടെ ചുറ്റുമാണ് ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹോൾസെയിലായിട്ടുള്ള മറ്റേ ജുവലറി, ഫാൻസി ഷോപ്സ്, മാല, വള, കമ്മൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. എന്താണ് കുഴപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോട്ടം. അങ്ങനെ നടന്നത് ആ റോഡിൻ്റെ എൻഡ് എത്തുമ്പോൾ ശ്രീ രാധാ സിൽക്ക് ഹൗസ്. എത്ര നേരം ഓപ്പൺ ആണെന്ന് അറിയില്ല, ഏതാണ്ട് 8 മണി ആകാറായി. അത് അവരുടെ തന്നെ പാർക്കിങ്ങാണ്. അപ്പോൾ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്യും. ഞാൻ നടന്നു വന്നേ. അപ്പോൾ നമ്മുടെ ക്ലോക്ക് ടവർ മണിമേടയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്ന് വന്നപ്പോൾ, അതായത് നമ്മുടെ പ്രഭു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടി നടന്ന് ഈ എൻഡ് എത്തിയപ്പോൾ രാധാ സിൽക്സ്. ഇവിടെ ഇപ്പോൾ ആടി സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഒരു സാരി എടുത്താൽ ഒന്നുകൂടി ഫ്രീ കിട്ടും. 499 ഒരു സാരി എടുത്താൽ 1 മോർ സെയിം. ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് സെമി കോട്ടണും മിക്സ് പ്യുവർ കോട്ടൺ അല്ല. ദാറ്റ്സ് നൈസ്. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. കോമ്പോസ് 499 രൂപയ്ക്ക് രണ്ടും കിട്ടും. എത്ര ദിവസം കൂടിയുണ്ട് ആടി സെയിൽ? 1 മന്ത്. ഈ മന്ത് എൻ്റെ വരെ ഓഗസ്റ്റ് 15 വരെ ഉണ്ട്. വരികയാണെങ്കിൽ ആടി സെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് 499 സാരി ഒരെണ്ണം എടുത്ത 2. അപ്പോൾ രണ്ട് സാരി 499 രൂപയ്ക്ക് കിട്ടും. അത് സെലക്ട് 799 സാരിയുടെ കൂടെയും 2 സാരി കിട്ടുമോ? അപ്പോൾ മൊത്തം 3 സാരി കിട്ടും. ഓ, അങ്ങനെ എന്തെടുത്താലും അതിൻ്റെ കൂടെ ഒരെണ്ണം ഫ്രീ. ഓ, വെരി ഗുഡ്. അത് കൊള്ളാമല്ലോ.
നന്നായിട്ടുണ്ട് കേട്ടോ, വെരി നൈസ്. ഇതിലേത് വേണമെങ്കിലും 2 എണ്ണം എടുക്കാം 499. മാറ്റി വെച്ചോളൂ, ഞാൻ നോക്കാമേ. ഇതാണോ സിൽക്ക്? ഇത് പ്യൂറോ? അല്ല, ടിഷ്യൂ. ഓക്കെ, ഇതിനെന്താ വില? ഹാഫ് വില കുറച്ച് കൊടുക്കണം അല്ലേ? 575 കൊടുക്കുന്നു. 750 സാരി. ഇറ്റ്സ് എ ടിഷ്യൂ സാരി. ഇത് മുന്താണിയാ? ബ്ലൗസ് ഇത് ആണോ? ഓക്കെ, ഇത് അത് അങ്ങോട്ടുണ്ട്. ഓ, ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ, നൈസ്. ഇതൊന്ന് മാറ്റി വെച്ചോളൂ, നോക്കാം കേട്ടോ. സിൽക്ക് കോട്ടനാ? സിൽക്ക് കോട്ടൺ. ഓ, 999 ആണ് ഈ ഒരു സാരി സിൽക്ക് കോട്ടൺ. പക്ഷേ ഈ 999 ഒരെണ്ണം എടുത്താൽ അതേ വിലക്കുള്ള ഒരു സാരി ഫ്രീ. അപ്പോൾ 999 2 സിൽക്ക് കോട്ടൺ സാരി ക്യാൻ സെലക്ട് ഫ്രം ദിസ്. ഓ, ഭയങ്കര ഓഫേഴ്സ് കേട്ടോ. ഇതും രണ്ടെണ്ണം വെച്ചിരിക്കുക. ഓക്കെ, ആറണിപ്പട്ട്. ഇത് 5% ഡിസ്കൗണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ അല്ലേ? ഇത് നല്ല ഭംഗി കേട്ടോ ഈ ചെക്സ്. ഇത് എത്ര രൂപയാണ്? 1500 രൂപയാണ്. 490. ഇത് ആറണിപ്പട്ട് 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര കുറയും? ഡബിൾ ഷെയ്ഡാണ് കേട്ടോ, വെരി ബ്യൂട്ടിഫുൾ. മുന്താണി ഒന്ന് കാണിക്കാം. വിത്ത് ബ്ലൗസാണ്. മുന്താണി ഭയങ്കര ഓവർ വർക്കൊന്നുമില്ല അല്ലേ? സിമ്പിളാണ്. ഓക്കെ, ചെറുതായിട്ട് ആരണിപ്പട്ട്. 1000 എത്ര കുറയും? അതിൽ 5% പറയുമ്പോൾ 75 രൂപ പറയും. 1400 ആവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്യൂഷൻ ഇത് വേണ്ട. മനസ്സിലായി. ഇത് പട്ട്. ഇതെന്ത് പട്ട്? ഇതെന്ത് പട്ട്? 799. ഇതിലും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 1+1. ഓക്കെ. ഇതും 799 ഒരു സാരി എടുത്താൽ 1 മോർ സാരി ഫ്രീ. 799 രൂപയ്ക്ക് 2 സാരി കിട്ടും. എത്ര പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നോളൂ, ഭയങ്കര ഓഫറാണിത്. August 15 വരെ ഉണ്ട് ഈ ഓഫേഴ്സ് എല്ലാം. ഈ ആടി സെയിൽ ലെനൻ സാരി. ഓക്കെ, 799 2 സാരി കിട്ടും. ലിനൻ സാരി, നോട്ട് പ്യുവർ ലിനൻ, ബട്ട് കുറച്ച് മിക്സ് ഉണ്ടെന്നേ ഉള്ളൂ. ലിനൻ സാരി ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അത് 799 ഒരു സാരി എടുത്താൽ 2 സാരി. ഓക്കെ, ഇത് വേറെ മെറ്റീരിയലാണ്. 599. ഇതിനും 2 സാരി കിട്ടും ഒരേ വിലയ്ക്ക്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, 599 സാരീസ്. ഓ, വെരി ഗുഡ് ആണല്ലേ? ഓക്കെ, ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതേപോലത്തെ സാരി ഒരെണ്ണം കൂടി മേടിക്കാൻ പറ്റും. കുറേ 1300 2 സാരി എടുക്കാം ഒരേപോലത്തെ. ദൈവമേ, എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് ക്രേസാണ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിലാണ് ഇതിങ്ങനെ വന്ന് വീഴുന്ന കാര്യങ്ങൾ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കുന്നല്ലോ. ഇതെന്താ? കാശ്മീർ. 999. എന്ത് സ്റ്റഫ് അത്? സോഫ കോട്ടൺ. 999. അതിൻ്റെ കൂടെ ഒരു സാരി കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ ഓക്കെ. ജക്കാർഡ് ബ്ലൗസ് ഉണ്ട് ഇതിനകത്ത്. 999. 1+1 അഗെയിൻ. അതെ. ഇതിൻ്റെ വേറെ ഓപ്ഷൻസ് കാണിച്ചു തരാം. കളേഴ്സ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. കോൺട്രാസ്റ്റ് ഉണ്ടോ? അതെല്ലാം സെൽഫാണോ? ഇങ്ങനെ ഒറ്റ സിംഗിൾ കളേഴ്സാണോ? അതിൻ്റെ തന്നെ ഗ്രീനുണ്ട് ഈ മോഡല്. പിന്നെ സോഫ്റ്റ് സിൽക്ക് പോലെ ഇത് നല്ല ഭംഗിയുണ്ട്. 1 സൈഡാണല്ലേ ബോർഡർ? അത് 999 2 സാരീസ്. അത് സിൽവർ ചെറിയ പോലെ ആയിരിക്കും. ഇതെനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു നല്ലൊരു കളർ എടുത്തു തരുമോ? വേറെ ഇതിൻ്റെ കോംബോ 999 എനിക്ക് 2 സാരി കിട്ടാൻ പോകും. അതെന്ത് ഗോൾഡൻ? അത് ഇതിൻ്റെ കൂടെ ഉള്ളതാ? ഇതല്ല, അത് ഇത് 1+. എല്ലാം 1+. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ആടി സെയിൽ കൊള്ളാം. 999. ഇതിനൊരു 1 എടുത്ത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കളറിൽ നിങ്ങൾക്ക് ഗെയിൻ എടുക്കാം.
ഇത് അതേ ടൈപ്പ് തന്നെ അല്ലേ? ഇത് 2 വേണമെങ്കിൽ 999 ഒന്നിച്ച് കിട്ടും. ഡിസൈൻ വേറെ, അതിൻ്റെ വേറെ ഡിസൈൻ. വെരി നൈസ്, വെരി നൈസ്. മനസ്സിലായി. ഓക്കെ, ഇനി അവിടെ എന്തെങ്കിലും നോക്കാണ്ടോ? ഇതൊക്കെ എന്താ പ്യോർ പട്ടാ? കുറഞ്ഞത്. ഓ പിന്നെന്താ, ഇത് സോഫ്റ്റ് സിൽക്ക്. ഇതൊക്കെ എത്ര രൂപയുടെ? 1000 റുപ്പീസ്. കൂടിയതും കൂടി ഒന്ന് കാണിച്ചു. പ്യോർ സിൽക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഇതെല്ലാം 5000 അബവ് ആണ് അല്ലേ? 4000, 5000. ഇപ്പോഴത്തെ ഒരു ഡിസ്കൗണ്ട് എന്തെങ്കിലും കാണില്ലേ എടുക്കുമ്പോൾ? ഓക്കെ, ഇത് നല്ല കളർ കോമ്പിനേഷൻസ്. പ്യോർ സിൽക്ക് ഇത് ഭംഗിയായിരിക്കുന്നു. പ്യോർ സിൽക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ. എനിക്കിഷ്ടമാണ് ഈ കോമ്പോ. യെല്ലോ ആൻഡ് ഗ്രീൻ. ആ ഗ്രീൻ. ഓക്കെ, മനസ്സിലായി. ഇതാണ് ഡബിൾ ഷെയ്ഡാണ്. ഇത് ബ്ലൗസ്, പല്ലു, ആൻഡ് ദിസ് ഇസ് ദ ബ്ലൗസ്. 5090. 5000 5000 രൂപ തന്നെ. പിന്നെ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ടോ? ഓക്കെ. പിന്നെ അതുപോലെ അത് ഈ കളർ നോക്കിയേ, ഓഫ് വൈറ്റ്. ഓ അടിപൊളി അമ്മേ. അതിൻ്റെ പല പല ഷെയ്ഡ്സ് വന്നുകൊണ്ടിരിക്കും. പീകോക്ക്. പക്ഷെ ഇത് തന്നെ, ഇതിനെ വെല്ലാനൊന്നുമില്ല. ആ ഗ്രീൻ നോക്കട്ടെ. ഗ്രീൻ ഇസ് നൈസ്. അഗൈൻ ഗ്രീൻ ഇസ് ബ്യൂട്ടിഫുൾ. നല്ല ബ്രൊക്കേറ്റ്. എനിക്ക് ആ ബോർഡർ നല്ല ഇഷ്ടമായി. മനസ്സിലായില്ലേ? ഇത് 5950. ഇതും 59 ആണോ? ഓക്കെ. അപ്പം 6000 അല്ലേ? സെയിം, അത് രണ്ടും സെയിം. ഓക്കെ, കളർ ഡിഫറെൻറ്റ്, സെയിം പാറ്റേൺ. അതിൻ്റെ വേറെ കളേഴ്സ് നോക്കുക, സെയിം പാറ്റേൺ. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് എന്തോ പാർത്താസ്. ആണോ? എന്നെ അറിഞ്ഞൂടെ? ഞാൻ എപ്പോഴും അവിടെ വരുമായിരുന്നല്ലോ. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ രാധ സിൽക്ക് ഹൗസ് നാഗർകോവിലിൻ്റെ ഓണറാണ്. ഞാനിവിടെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടാണ്. എൻ്റെ പേര് വിനോദ് കുമാർ. ഓക്കെ, നല്ല കളക്ഷൻ. അപ്പോൾ ഇത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്. എത്ര വർഷം? 63 ഇയേഴ്സ്. അപ്പോൾ അച്ഛകാലത്ത് അല്ലേ? അപ്പയുടെ കാലത്ത്. ഓക്കെ, 63 വർഷമായിട്ടുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഉള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ? സ്ഥിരം കസ്റ്റമേഴ്സ്. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി കളക്ഷൻസ്. സന്തോഷമായി. ഇനി കുറച്ച് വാങ്ങിച്ചിട്ടൊക്കെ പോവാം. അപ്പോൾ ഈ ആടി സെയിൽ മിസ് ചെയ്യേണ്ട കാര്യം. ട്രിവാൻഡ്രത്തു നിന്ന് വരാനാണെങ്കിൽ നമുക്ക് വളരെ അടുത്താണ് നാഗർകോവിൽ. ഇവിടെ വന്ന് ശ്രീ രാധാ സിൽക്സിലേക്ക് വരാം. ഇവിടെ ജസ്റ്റ് അടുത്താണ് അല്ലേ? ഇവിടെ തന്നെയല്ലേ? ആ മണിമേടയുടെ അവിടെ നിന്ന് താഴേക്ക് ഒറ്റ നടപ്പ് നടന്നാൽ മതി. ആ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ്. ഓപ്പോസിറ്റ് SP ഓഫീസ്. എക്സലൻറ്റ്. ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇതെല്ലാം 6000 റേഞ്ചാണ്. സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഗ്രീന് നൈസ്. അതിൻ്റെ ബ്ലൗസ് ഉണ്ടോ? ഇത് മേടിക്കാം അല്ലേ? ഇത് നല്ല പ്യോർ സിൽക്ക്. നോക്കിയേ, പ്യോർ സിൽക്ക്. ഇത് വേറെ കളറിലെ ചെറിയാണ്. ഇതൊക്കെ 7000 രൂപ. സോ ബ്യൂട്ടിഫുൾ. ഇത് നോക്കിയേ, മറ്റൊരു സംഭവം 7500 രൂപ. ഇതെല്ലാം പ്യോർ സിൽക്ക്. യെല്ലോ ആൻഡ് ബ്ലൂ. പ്യോർ സിൽക്ക്. നോക്കട്ടെ, ഇതിൻ്റെ ബ്ലൂ എവിടെ വരുന്നത്? ഇതിൻ്റെ പല്ലു ആൻഡ് ബ്ലൗസ് ആയിരിക്കും അല്ലേ? ആഹാ, നൈസ്. ഇതെല്ലാം ചെക്സ് പാറ്റേൺ. ചെക്കെല്ലാം എന്താ ചെക്ക് പാറ്റേൺ നോക്കിക്കോളൂ. ചെറിയ ചെക്ക്, വലിയ ചെക്ക് എല്ലാം ഉണ്ട്. ഇതെല്ലാം പ്യോർ സിൽക്കിൻ്റെയാണ്. എല്ലാം 7000, 8000 ആ റേഞ്ചാണ്. ഇതെല്ലാം പ്യോർ സിൽക്കിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാരീസ് നമുക്കിവിടെ സെലക്ഷൻ കിട്ടും. സോ മെനി സാരീസ്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഗോൾഡൻ യെല്ലോ. വെരി നൈസ്. ഭയങ്കര ഭംഗി. ഇങ്ങനെ ചെറിയ ബോർഡറൊക്കെ. ഇത് 7000 ആയിരിക്കും അല്ലേ? ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം 5000 സംതിങ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യോർ സിൽക്കിൻ്റെ. ഇതും പ്യോർ സിൽക്ക്, പക്ഷേ കസം അങ്ങനത്തെ ടൈപ്പ് അല്ല, വേറെ ഒരു ടൈപ്പ്. ഡിഫറെൻറ്റ് കളർ, കോപ്പ് കളറിലെ ജെറി. ഇതൊക്കെ എന്താ വില? 15000. ഓക്കെ, 12,500 അങ്ങനെ. അത് നോക്കട്ടെ ഇപ്പോൾ എടുത്തേ സാരി. ആ വൈറ്റ്, ഓഫ് വൈറ്റും ഗ്രേയും പുതിയ വെറൈറ്റി അല്ലേ? ഇതൊക്കെ സിൽവർ ജെറി. ഇതിലൊക്കെ എത്രയുടെയാണത്? 8000-ൻ്റെയാണ്. 7900 ഒക്കെ. ഓക്കെ, പ്യോർ ടിഷ്യൂ ഉണ്ടോ? നല്ല പ്യോർ ടിഷ്യൂ. ഒത്തിരി സാരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇനി എല്ലാ പ്രൈസ് റേഞ്ചിലും ഉണ്ട്. നമുക്ക് പ്യോർ വേണമെങ്കിൽ പ്യോർ, അതല്ലാതെ വേണമെങ്കിൽ അല്ലാതെ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഓ, ഇത് കല്യാണ സാരി പോലത്തെ അല്ലേ? വെഡിങ് സാരീസ്.
ഇതൊക്കെ എന്ത് വിലയാണ് വെഡിങ് സാരീസ്? അമ്മ 80,000 സാരി. 18 നോട്ട് 80, 80 18,500 വെഡിങ് സാരീസ് ഫുൾ ബ്രൊക്കേഡ് ടിഷ്യൂ. നൈസ്, ഭയങ്കര ഭംഗി. നോക്കൂ, നമ്മൾ അവിടെ ഓരോരുത്തരും എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത് എങ്ങനത്തെ സൈസ്? കാഞ്ചീപുരമോ? പ്യുവർ ആണോ? കാഞ്ചീപുരത്തിൻ്റെ സാരീസാണ്. അതിൻ്റെ പല റേഞ്ചിലുള്ളതുകൊണ്ട് ഇതെല്ലാം 18,500. കല്യാണം ബ്രൈഡിന് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഞാനോ ഇനി ഇത് ഫുൾ വേറെ യെല്ലോ ആൻഡ് റെഡ്, ഇങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ കോമ്പിനേഷൻസ് ഉണ്ട്. വെഡ്ഡിങ് കളക്ഷനും ധാരാളം. അപ്പോൾ കല്യാണത്തിനൊക്കെ സാരി എടുക്കണമെങ്കിൽ ഒരു 20,000 ബഡ്ജറ്റ് ഇട്ടാൽ പോലും ഗംഭീര ടിഷ്യൂ സാരീസ് കാഞ്ചീപുരം, പ്യുവർ കാഞ്ചീപുരം കിട്ടും ഇവിടെ. ഇവിടെ കംപ്ലീറ്റ് സിൽക്ക് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് സാരീസ് പല റേഞ്ചിനുള്ളതുണ്ട്. ഓഫർ സാരീസ് എല്ലാം ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ് ഫാൻസി, പ്യോർ കോട്ടൺ, അങ്ങനത്തെ എല്ലാം. തേർഡ് ഫ്ലോർ മെൻസ് ആണ്, 4ാമത്തെ ഫ്ലോർ കിഡ്സ്. പക്ഷേ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും വരാം എന്നുള്ളൊരു പ്രോമിസുമായിട്ട് പോകുന്നു സെൽഫായിട്ട്. ഇതൊക്കെ ഇങ്ങനത്തെ സാരി ഇത് മേളിലാണുള്ളത് കൂടുതലും അല്ലേ? ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണല്ലേ? എന്താ ഇത് മെറ്റീരിയൽ? ബെന്നി സിൽക്കിൻ്റെ മോഡൽ അല്ലേ? ഇതൊക്കെ ഏത് റേഞ്ചാണ്? 1475 ഉള്ളൂ. ഇങ്ങനത്തെ കലംകാരി ഡിസൈൻ, ഫ്ലോയി ടൈപ്പ്, അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പല ഷെയ്ഡ്സിലുണ്ട്. ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കും. മനസ്സിലായി. ഡിസൈനർ ബ്ലൗസ് എല്ലാം ഒരു 1500 റേഞ്ചാണ്. ഇത് ജോർജറ്റ് ടൈപ്പ് അല്ലേ? ജോർജറ്റ് ടൈപ്പ്. ഇതെന്താണ്? നൈസ്. ഓ, അടിപൊളിയാണല്ലോ. ഇത് കൊള്ളാം. ഇതെന്ത് മെറ്റീരിയൽ? പക്ഷെ ഇച്ചിരി ഹെവിയാണോ? നൈസ്. ഉടുക്കുമ്പോൾ നല്ല അടിപൊളി. ഇതതിൻ്റെ ബ്ലൗസ്, കലംകാരി സ്റ്റൈൽ. ഇതെന്താ വില? ഹൗ മച്ച്? 4,650. നല്ല വർക്കാണ്, നല്ല മെറ്റീരിയലാണ്. 4,000. അതിൻ്റെ പോലെ തന്നെ വേറൊരെണ്ണം പ്ലെയിനിൽ ബോർഡർ. ഇത് ആ റേഞ്ചാണ് അല്ലേ? നല്ല വർക്ക് ചെയ്ത മുന്താണി ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലൗസ്. ബൂട്ടാസൊക്കെ ആയിട്ട് സാരി. ബോർഡർ ഇങ്ങനെ വരും. ഇതും 4,000 ആണോ? 4,500 ആ റേഞ്ചാണ്. അതിൻ്റെ തന്നെ വെറൈറ്റീസ് കേട്ടോ. എല്ലാം 4,500 ആണ് കേട്ടോ. ഇതതിൻ്റെ യെല്ലോ. ഇത് പ്ലെയിൻ റെഡിൽ ബോർഡേഴ്സൊക്കെ വന്നിട്ട് വാവ്, നൈസ്. പേർപ്പിൾ. ഇതെല്ലാം 4,500. ഓക്കെ, ഇതൊക്കെ ഫ്ലോയി ആയിട്ട് ബിന്നി സിൽക്ക് എല്ലാം കിടക്കുന്ന പോലെ കിടക്കും. ബനാറസി. ബനാറസിയുടെ സോഫ്റ്റ് വേർഷൻ അല്ലേ? സോഫ്റ്റ് ബനാറസി. ഇതിനൊക്കെ എന്താ വില? 1000 അത്രേ ഉള്ളൂ. 1150. ഓക്കെ, 1000 ആ റേഞ്ചിലാണ് വരുന്നത്. ബനാറസിയുടെ ലൈറ്റ് വെയ്റ്റ് ടൈപ്പ്. ബനാറസി ബ്ലാക്ക്. ഇത് സ്റ്റോണും കൂടി വരുന്നതാണല്ലേ? ഇതൊക്കെ ആ വില തന്നെയാണോ? കുറച്ചുകൂടെ കൂടും. 1600. ഓക്കെ, ഇത് 1250. ബനാറസി ബ്ലാക്ക്, ബനാറസി ബ്രോക്കേറ്റ്. ഇത് ബ്ലാക്ക് അല്ല, ആക്ച്വലി ബ്ലാക്കും ബ്ലൂവും കൂടിയുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ഡബിൾ ഷെയ്ഡ്. പകുതി ബ്ലൂ പകുതി ബ്ലാക്ക്, അങ്ങനെ ഒരു കോംബോയിലാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ബ്ലൗസ് ബ്ലൂ ആണ്. യെസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. കട അടയ്ക്കാൻ സമയമായി. നമുക്കിനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്കി. ഡിന്നർ കഴിക്കണം. അപ്പോൾ യാത്ര പറഞ്ഞിറങ്ങി.
ഞാൻ കുറച്ച് സാരീസ് മേടിച്ചു, നല്ല കോസ്റ്റ്ലി 2 സാരി വാങ്ങി, പ്യുവർ സിൽക്ക്, പിന്നെ അല്ലാണ്ട് ഓഫർ സാരീസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ആടി സെയിൽ നടക്കുകയാണ്, നമുക്ക് ലാഭത്തിന് ഒരുപാട് സാരീസ് വാങ്ങിക്കാം. ഒരു 400 രൂപയ്ക്ക് 2 സാരിയൊക്കെ കിട്ടുന്നുണ്ട്. 400 രൂപയുടെ സാരി 2 എണ്ണം, 900 ആണെങ്കിലും 2, എനിത്തിങ് ഒരുപാട് ചോയ്സ് ഉണ്ട്. വരിക. ഓക്കെ, ഞാൻ ഇന്നിവിടെ വന്നു കഴിഞ്ഞിട്ട് കണ്ടെത്തിയതാണ് ശ്രീ രാധ സിൽക്ക് ഹൗസ്. റെഫറൻസ് കിട്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ നല്ലൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയി, ഇനി ഭക്ഷണം കഴിക്കണം, ഡിന്നർ. ആര്യഭവൻ നല്ല റെഫറൻസാണ്, കോട്ട് റോഡിലുള്ള ആര്യഭവൻ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അത് ഇവിടെ എല്ലാ കടകളും 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇപ്പോൾ റോഡ് തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് തിരക്ക് ബിസിയൊക്കെ കുറഞ്ഞല്ലോ, സൈലൻ്റ് ആയി തുടങ്ങി. നൈറ്റ് ലൈഫ് അങ്ങനെ ഭയങ്കരമുള്ള സ്ഥലമല്ല. കോട്ട് റോഡിലുള്ള ആര്യഭവനാണ്. ഇവിടുത്തെ തിരക്ക് നോക്കി ആൾക്കാർ വെളിയിൽ വെയിറ്റിങ്, ബെഞ്ചിലൊക്കെ ഇരിക്കുവാണ്, സീറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. ഭയങ്കര നല്ല റിവ്യൂസാണ്, അടിപൊളി ഫുഡാണെന്ന് പറയുന്നത്. ഇന്ന് ഡിന്നർ ഇവിടെ കഴിക്കാനാണ് പ്ലാൻ. തിരക്കും തള്ളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോൾ. 1 മണിക്കൂറായിട്ട് ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ മറ്റേ എൻ്റെ കൂടെ ഉള്ളവർ ഇവിടെയും വെയിറ്റ് ചെയ്യായിരുന്നു സീറ്റിന് വേണ്ടി. ഇപ്പോൾ 2 സീറ്റ് കിട്ടി, ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. 10 മണിയാകാമോ, ഇന്നത്തും തിരക്ക് കഴിഞ്ഞില്ല, വെളിയിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കുറേ ആൾക്കാർ. ടു മച്ച്. ഇത്രയും നല്ല ഫുഡാണ് ഇവിടെ ആര്യനിവാസ്, എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ മോമോസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ടെമ്പുറ മഷ്റൂം, വെജ് ലോലിപോപ്പ്, തായ് ഡ്രൈ, ഹണി ചില്ലി ലോട്ടസ് സ്റ്റെം, ഹണി ചില്ലി പൊട്ടറ്റോ, ഹണി ചില്ലി പൈനാപ്പിൾ, ഭൂട്ടാനീസ് ചില്ലി പനീർ, ഫ്രൈസ്, എന്തൊക്കെ പുതിയ വെറൈറ്റീസ്. എന്താ സ്പെഷ്യൽ ഇവിടെ? ഏറ്റവും നല്ലത് എന്താണ്? അല്ല, എന്താണെന്ന് പറയും. ഇവിടെ ഈ ആൾക്കാർ ഇത്രയും തിരക്ക് കൂട്ടി വരുന്നതിൻ്റെ കാര്യം എന്താണ്? എന്താണ് ഇവിടെ? ബോളി, അതാണ് ഇവിടുത്തെ ബെസ്റ്റ്. ഓക്കെ, മറ്റേ നോർമൽ സ്വീറ്റ്സ്. ഇവിടെ എന്തൊരു ഒച്ചപ്പാടാണെന്ന് പറയും, ഭയങ്കര വോയിസ് സിസ്റ്റം ഉണ്ടോ, ഇത്രയ്ക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ചീസ് ദോശ ഫസ്റ്റ് വന്നിരിക്കണം. കുറേ സൈഡ് സാധനങ്ങളൊക്കെ ഉണ്ട്, സാമ്പാർ, ചമ്മന്തി, പലതരം, ഫുൾ ഓഫ് ചീസാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ടേസ്റ്റി ഫുഡ് പ്ലസ് ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് കുറേ ഡിഷസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു, ചീസ് ദോശ, നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യും. ഓക്കെ, പിന്നെ കുറച്ച് ബട്ടൺ ഇഡ്ലിയിൽ പൊടി ഇഡ്ലിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാമ്പാർ ഇഡ്ലിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് ഞാൻ എനിക്ക് തോന്നുന്നു ലോട്ടസ് സ്റ്റെമ്മിൻ്റെ ഹണി ചില്ലി ലോട്ടസ് സ്റ്റെമ്മാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ എന്താണെന്ന് ഒരു മെനുവൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. പിന്നെ ടുഡേ സ്പെഷ്യൽ പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ എൻജോയ് ചെയ്ത് കഴിയുന്നു. പിന്നെ കോഫി, ഫിൽറ്റർ കോഫി ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് ഇപ്പോഴും രാത്രി ഇതേ 10 മണിയാകുന്നു. 10:30 കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലോസ്. ഇത് AC ആണ്, അപ്പുറത്തെ നോൺ AC 10:45 വരെയാണ്. ഇത് ആര്യനിവാസ്, നാഗർകോവിൽ, കോട്ട് റോഡ്, കോടതിയുടെ റോഡിലാണ്. സ്വീറ്റ് ആണല്ലേ കുറച്ച് വെറൈറ്റീസ്. ബട്ടൺ ഇഡ്ലിൻ്റെ സാമ്പാർ ഇഡ്ലി, ഇത് കണ്ടോ, ഇത് കുറച്ച് സ്വീറ്റാണ്. നൊങ്ക് ദോശ, നൊങ്ക് ചേർത്ത് കുറച്ച് മധുരം, ശർക്കര, വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നൊങ്ക് ദോശ, നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ വ്യത്യാസമാണ് നോക്കിയാൽ. ലോട്ടസ് സ്റ്റെം വരുന്നുണ്ട്, ഹണി ചില്ലി ലോട്ടസ് സ്റ്റെം ആസ് എ സ്റ്റാർട്ടർ. ഇനി ഒരു പൊടി ഇഡ്ലിയിലായിരുന്നു. ബോളി ഇല്ല, തേങ്ങാ ബോളിയായിരുന്നു പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്വീറ്റ്. ഫിൽറ്റർ കോഫി ഇവിടുത്തെ വളരെ നല്ലതാണ്, സൂപ്പറാണ്. അപ്പോൾ ഫിൽറ്റർ കോഫി ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി. ലാസ്റ്റ് ചീസ് ദോശയുടെ ഉള്ളിലെ ഭാഗം എന്താണെന്ന് നോക്കട്ടെ. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി തുറക്കുമ്പോൾ തന്നെ ചീസി മണം കണ്ടോ. എല്ലാം ചീസ് ഇങ്ങനെ മെൽറ്റായി ഒട്ടി തുടങ്ങി. എനിക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, സോറി. ഇങ്ങനെ ആഹാ, നമ്മുടെ മോസറല്ലാണ്, അതിങ്ങനെ പിസയൊക്കെ പോലെ വലിഞ്ഞു വരും. ഗംഭീര ചട്നി, നോ വേർഡ്സ്. ഇത് വേറൊരു ചട്നി, ഇതെന്താന്ന് നോക്കട്ടെ. എന്തൊക്കെ വെറൈറ്റിയാണ്. ചീസി ദോശ, മല്ലിയിലൊക്കെ ഉണ്ട്, പച്ചമുളകുണ്ട്, പലതരം ചമ്മന്തികളിൽ മുക്കി കഴിക്കും.
ഇത് സ്റ്റാർട്ടർ. ഇത് ലോട്ടസ് സ്റ്റെമ്മാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഹണി ആൻഡ് ചില്ലി ക്രിസ്പിയാണ്. അടിപൊളി. പുള്ളി റെക്കമെൻഡ് ചെയ്താ കേട്ടോ, നമുക്ക് സെർവ് ചെയ്യാൻ വന്ന ഓർഡർ എടുക്കാൻ വന്ന ആൾ. ടു ഗുഡ്. ഓ അടിപൊളി. ലോട്ടസ് സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് ഡിസൈൻ. അത് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കിയിട്ടാണ് ചില്ലി ആൻഡ് ഹണി ഗ്ലേസിൽ ചെയ്യുന്നത്. ഷോ ഭയങ്കര കമ്മിങ് ടു ദിസ് നൊങ്ക് ദോശ. സ്വീറ്റാന്നാണ് പറഞ്ഞത്. ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ നാട്ടു ചക്കര. ഏത് മാവാണ്? നൊങ്ക് അരയ്ക്കല്ലേ? ഗീ ചേർക്കും അല്ലേ? ഉണ്ടാക്കുമ്പോൾ ഗീ ഇടില്ലേ? കാഷ്യൂ നട്ട്സ് ഗീ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ഇത് ആക്ച്വലി അതിൽ നിന്ന് കോരിയാണ് കുടിക്കണ്ടേ, വിത്ത് ആ ഒരു സാമ്പാറിൻ്റെ. ഓ രക്ഷയില്ല, എല്ലാം കൊള്ളാം. ചുമ്മാതല്ല, ഇവിടെ ആൾക്കാർ ക്യൂ നിന്ന് കഴിക്കുന്നത്. പൊടി ഇഡ്ഡലി. ഓ അതില്ലേ? ഓക്കെ, അത് ഓർഡർ ക്യാൻസൽ ചെയ്തു, കുഴപ്പമില്ല. വേറെ ഏതാவது പറയാം. ഓക്കെ, പൊടി ഇഡ്ഡലി തീർന്നു. അപ്പോൾ നാഗർകോവിലിലെ ആര്യഭവൻ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. കാരണം അത്രയും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു 1 hour കൂടുതൽ ഞാൻ പുറത്ത് വെയിറ്റില്ല, കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അകത്ത് തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തിരക്ക് തീർന്നിട്ടില്ല. 10:20 നല്ല ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അവരിങ്ങനെ എഴുതി വെക്കും വെയിറ്റിംഗ് ലിസ്റ്റ്. അങ്ങനെ സീറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്യുന്നു. പക്ഷേ ഗംഭീരമായ ഫുഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറൈറ്റീസ് ആൻഡ് ടേസ്റ്റി ഫുഡ്, നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആര്യഭവൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബ്രാഞ്ച് നാഗർകോവിലുണ്ട്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഈ ഫോർട്ട് റോഡിലുള്ള ആര്യഭവനാണ്. ഇത് കൂടാണ്ട് ലണ്ടനിൽ അവർക്കുണ്ട്, കോയമ്പത്തൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, സദ്ഗുരുവിൻ്റെ ആ ഭാഗത്താണ്, ആ പ്രമൈസസിലാണ്. പിന്നെ ബ്രസൽസ്, അതായത് ബെൽജിയം, ഫ്രാൻസ്, UK, ബാംഗ്ലൂർ, കോയമ്പത്തൂർ ആൻഡ് നാഗർകോവിൽ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ട് നാഗർകോവിൽ വരെ വന്നാൽ മതി അവരുടെ കടയിൽ പോകാനായിട്ട്. ഇനി കേരളത്തിലേക്ക് ഞാൻ വരാനായിട്ട് അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഓരോ ബ്രാഞ്ചസ് തുടങ്ങിയാൽ നല്ലതല്ലേ. വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്, നോ ഡൗട്ട്. എക്സലൻറ്റ്, നമ്പർ 1 ആണ് ഇവരുടെ. അങ്ങനെ ആര്യഭവനിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. രാത്രി വൈകി 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. വിശേഷങ്ങളൊക്കെ നമ്മുടെ നാഗർകോവിൽ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ